സംസ്ഥാനത്ത് കാലവർഷം കടക്കുന്നു. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തീവ്ര മഴ മുന്നറിയിപ്പ് നൽകി. നാളെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട്. അനീഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനീഷ്, നാളെ കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ അവധിയാണ്. 2 ജില്ലകളിലാണ് അവധി. മറ്റു വിവരങ്ങൾ എന്താണ്? നാളെയും മറ്റന്നാളുമൊക്കെ 3 ദിവസം കനത്ത മഴ ഉണ്ടാകുമെന്നാണ് അല്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസം തുടർച്ചയായി മഴ പെയ്തെങ്കിലും ഏതാണ്ട് ഇന്നലെ ഉച്ച മുതൽ കോഴിക്കോട് അടക്കമുള്ള വടക്കൻ ജില്ലകളിലെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് വീണ്ടും ശക്തമായ രീതിയിൽ മഴ ആരംഭിച്ചിരിക്കുകയാണ്. വരുന്ന 2-3 ദിവസത്തേക്കും അതിശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഇതുമായി ബന്ധപ്പെട്ട റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്നാണ് കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ അതത് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും എന്ന് കളക്ടർ അറിയിച്ചിരിക്കുന്നു. എന്നാൽ സർവകലാശാല പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും മാറ്റം ഉണ്ടാവില്ല എന്നും അറിയിപ്പിൽ പറയുന്നു. എന്തായാലും മലയോര മേഖലകളിൽ മഴ കനക്കുമ്പോൾ വലിയ അപകട സാധ്യതയാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷമൊക്കെ വിലങ്ങാട് പോലുള്ള ഇടങ്ങളിൽ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഒപ്പം കട്ടിപ്പാറ, പുതുപ്പാടി, കോടഞ്ചേരി, തിരുവമ്പാടി പോലുള്ള മലയോര മേഖലകളിലും പലപ്പോഴും കനത്ത നാശം ഈ മഴ വിതയ്ക്കാറുണ്ട്. നഗരപ്രദേശങ്ങളിലും ഒപ്പം നഗരത്തിന് സമീപ പ്രദേശങ്ങളുമുള്ള ഇടങ്ങളിൽ വെള്ളക്കെട്ടടക്കം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം ഈ തീരപ്രദേശത്തും അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വിനോദസഞ്ചാരികളൊക്കെ ഈ ബീച്ചുകളിലേക്കും മറ്റും പോകുന്നതിനേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ചും DTPCയുടെ ഒക്കെ അടക്കമുള്ള ഇടങ്ങളിലും സഞ്ചാരികളെ പ്രവേശിപ്പിക്കരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും സർവ്വസജ്ജമായാണ് റവന്യൂ വകുപ്പ് ഈ മഴയെ നേരിടാൻ തയ്യാറായിരിക്കുന്നത്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.